വിടിയാനെ ഉറവീരായി വരും തുടർന്ന് നിയമോ ഉറയാബം അഗ്നി ആര്യാപുരം കൊല്ലണമ്മേ അത് വാരി ഗോരി മയ്യടതാനേ ഉറങ്ങാബം അഗ്നി ആര്യാപുരം കൊല്ലണമേ വാരി ഗോരി മയ്യടത്തുമേ വീപ്പാ നല്ല അപ്പന കയ്യിലും കട കൊടതാന അബ്ബം അഗ്നി ആര്യാപുരം കൊല്ലണമ്മേ ഉറവെം കുരുളി വെമ്പാത്തറമേ മൈ കയറത്താനോ അബ്ബം അഗ്നി ആര്യാപുരം കൊല്ലണമ്മേ അതും വാരി ഗോരി മയ കൊടതാന വീമ്പാ നല്ല അപ്പന കയ്യിലും അത് വീമ്പാ നല്ല അപ്പം മേനും മേ ഭരണം കോട്ടിൽ വെറ്റിച്ചിന കടയേറിയാറ് ഞാറ് വീമ്പാ. മധ്യ കേരളത്തിൽ പശ്ചിമഘട്ട മലനിരകളിൽ പൂയംകുട്ടി വനമേഖലയ്ക്കും അടിച്ചിൽത്തൊട്ടി, വാൽപ്പാറ, ഇടമലക്കുടി, ആനക്കുളം എന്നീ പ്രദേശങ്ങൾക്കും ഇടയിലായി ഇവിടെ വനത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ആദിവാസി പ്രദേശമാണ് എറണാകുളം ജില്ലയിലെ കോതമംഗലം താലൂക്കിൽ ഉൾപ്പെട്ട വാരിയം പട്ടികവർഗ സങ്കേതം. ഞങ്ങളുടെ കാരണന്മാരെ തലമുറ കാലത്തിൽ ഫസ്റ്റിൽ വരുമ്പോൾ ഞങ്ങൾ വന്നേക്കണത് മദറിലിരുന്ന് വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ കോവലിന പാണ്ഡ്യൻ വെട്ടിയായിരുന്നു. പാണ്ഡ്യൻ കോവലിനെ വെട്ടിയപ്പോൾ കന്ന കൈക്ക് അതറ ബുദ്ധിമുട്ടായി. കെട്ടിയവന് വെട്ടുമ്പോൾ അപ്പോൾ ഏത് ഭാര്യമാർക്കാണെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമല്ലോ. മദറ പട്ടണത്തിനെ വജൂര് വിട്ട് തീർത്തു. പിന്നെ ഞങ്ങൾ കൂട്ടത്ത് തന്നെ ഉണ്ടായിരുന്നു മീനാക്ഷി അമ്മേൻ്റെ കൂട്ടത്ത്. ഞങ്ങളൊക്കെ തപ്പിപ്പെറുക്കിയെടുത്ത് ആ വന്ന വരവ് നേരിട്ടങ്ങ് വിട്ടു വന്നു നേരിയംകൊല്ലത്ത്. അങ്ങനെയാണ് ഞങ്ങൾ വന്നത്. മദറിലിരുന്ന് വന്ന് നേരിയംകൊല്ലം വന്നു കൂടി. നേരിയംകൊല്ലത്ത് നിന്ന് അങ്ങനെ ഉറയാലത്ത് മാറി വിരിപ്പ് വെട്ടി എല്ലാം ഒപ്പര ശലങ്ങൾ മാറി വിരിപ്പ് വെട്ടി. ഈ കൊല്ലം പോയങ്കൂട്ടിൽ വെട്ടുകയാണെങ്കിൽ അടുത്ത കൊല്ലം കപ്പായത്ത് പോകും, പിന്നെ കുടലാറ് പോകും, പിന്നെ ഉറിയമ്പട്ടി പോകും, പിന്നെ തിരിച്ചും പോയങ്കൂട്ടി പോകും. കല്ലുമാട്ടിൽ വന്ന് കൂടി മണിയാണ്ടഞ്ചാല് കല്ലുമാടൊക്കെ ഞങ്ങളുടെ സ്ഥലങ്ങളായിരുന്നു. ചുള്ളിപ്പോവൻ ഇതൊക്കെ അവിടെ നാട്ടുകാർ വന്ന് കയറിയപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒഴിവായി. ഇപ്പം അങ്ങനെ വന്ന് കൂടിയാണ് ഈ ഭാര്യ. ഇന്ന് വാരിയം സങ്കേതത്തിലുള്ള 66 കുടുംബങ്ങളിലുള്ള മുതുവാൻ സമുദായത്തിൽപ്പെട്ട പട്ടികവർഗ സമൂഹം കുടിയൊഴിഞ്ഞു പോകുന്നതിലുള്ള സമ്മർദ്ദം ഒരു വശത്ത് അതിശക്തമായി ഉള്ളപ്പോഴും തങ്ങൾ ജനിച്ചു വളർന്ന മണ്ണിൽ എങ്ങനെയും അതിജീവിക്കാനുള്ളൊരു നിശ്ചയദാർഢ്യം ഈ സമൂഹത്തിൻ്റെ പാരമ്പര്യ സ്വത്വബോധത്തെ ഉണർത്തുന്നതും ഇവിടെ കാഴ്ചയാകുന്നു. നിബിഡവനത്തിനുള്ളിൽ ജീവിക്കുന്ന ഈ ആദിമ സമൂഹം അതിജീവനത്തിനായി പ്രധാനമായും ആശ്രയിക്കുന്നത് വനത്തെ തന്നെയാണ്. കല്ല് വെച്ച് അടുത്ത വർഷം തേൻ വരും, അല്ലെങ്കിൽ വരില്ല. ഈ പൊത്തിങ്ങനെ കണ്ടമാനം തുറന്ന് വെക്കുവാണെങ്കിൽ തേൻ വരില്ല, അടച്ചു വയ്ക്കുവാണെങ്കിൽ തേൻ വരും. ഒരു കാലത്ത് സമൃദ്ധമായി ലഭിച്ചിരുന്ന ചെറുകിട വനവിഭവങ്ങൾ
കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഫലമായി ശുഷ്കമായിക്കൊണ്ടിരിക്കുന്നു. എങ്കിലും വനത്തിൽ നിന്ന് ലഭിക്കുന്ന തേൻ, കുന്തിരിക്കം, കാട്ടുകുരുമുളക്, കാട്ടുഏലം, താതിരിപ്പൂ തുടങ്ങിയ അനവധി ചെറുകിട വനവിഭവങ്ങൾ ശേഖരിച്ച് സ്വന്തമായ ആവശ്യങ്ങൾക്കും വനസംരക്ഷണ സമിതികൾ വഴി വിപണനം നടത്തിയും ജീവിച്ചു വരുന്നു. നമ്മുടെ മുതുവ സമുദായ ഇടയ്ക്ക് ഓരോ വർഷത്തിലും നമ്മൾ താമസം മാറി മാറി, അതായത് കരനെൽ കൃഷി ചെയ്തുകൊണ്ട് ഈറ്റക്കാട്, നെല്ല് ഈറ്റക്കാട് നോക്കിയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. നെല്ല് ഈറ്റക്കാട് ഒരു 10 വീട്ടുകാർക്ക് നെല്ല് വെട്ടിയടക്കാൻ, അതിൽ നെല്ല് വിതയ്ക്കാൻ 1, 2 അടുത്ത് 3 അടുത്തൊക്കെ ഉള്ള ഈറ്റക്കാടുകൾ വെട്ടി കൃഷി ചെയ്യാനുള്ള ഭാഗത്തിന് നമ്മൾ അവിടെ പോയി താമസിച്ച് ആ നെല്ലും കുറുമ്പുല്ലും എല്ലാം എടുത്തതിന് ശേഷം അടുത്തടുത്തേക്ക് നമ്മൾ നല്ല ഈറ്റക്കാട് നോക്കിയാണ് നമ്മൾ താമസം മാറിക്കൊണ്ടിരുന്നത്. അന്നത്തെ കാരണന്മാർ കഴിച്ച നെല്ലായാലും കുറുമ്പുല്ലായാലും തെനയായാലും അതിൻ്റെ ഒരു വിഷം, അണുക്കൾ ഇല്ലാത്തൊരു അന്നദാനം ശരിക്കും നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ കുറേ നാളുകളുടെ ഇപ്പുറത്തേക്ക് ഫോറസ്റ്റുകാരൻ്റെ ഒരു തടസ്സം, അതായത് ജണ്ടിയിട്ട് തിരിച്ചതിൻ്റെ ഇപ്പുറത്തേക്ക് നമുക്ക് പുറത്ത് പോയി നെല്ല് ഈറ്റക്കാട് നോക്കി വെട്ടാനുള്ള ഒരു സാഹചര്യം ഇല്ല ഇപ്പം നിലവിൽ. ആ ജണ്ടയുടെ അകത്ത്, കോളനിക്കകത്ത് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. 7-10 വർഷം നമ്മൾ വാരി തന്നെ ഇങ്ങനെ ജണ്ടിൻ്റെ അകത്ത് വരെ നമ്മൾ കടന്നുപോയി. നല്ല ഭക്ഷണം നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. വിഷമാണ്. ഇപ്പം നമുക്ക് കടലിൽ റേഷൻ അരി നമുക്ക് കൊണ്ടുവന്നാൽ തന്നെ അതിനകത്തെ വിഷം, ഒരു പച്ചക്കറി മേടിച്ചാൽ അതിനകത്തെ വിഷം. പുതിയ ഒരു ട്രൈബലിൻ്റെ ഒരു സഹായത്തോടെ അന്ന് ഇരുന്ന ഒരു ജെറാൾഡ് ജോൺ സാർ എന്ന് പറഞ്ഞ് ഉണ്ടായിരുന്നു. അദ്ദേഹം നമ്മൾ നേരിട്ട് വന്ന് ഇതുമായിട്ട് മുന്നോട്ട് പോയാൽ നമുക്ക് നല്ലതല്ലേ, അല്ലെങ്കിൽ കാരണന്മാരായിട്ട് ആലോചിക്കുക എന്നും പറഞ്ഞ് ഒരു കൂട്ടം കൂടിച്ച് അതിന് 1-2 പേരെ സ്ഥാനം ഏൽപ്പിച്ച് വിത്തിനെയും അല്ലെങ്കിൽ വിതയ്ക്കാനും വേണ്ടി തയ്യാറെടുപ്പിച്ചും പുള്ളിയുടെ സഹായത്തോടെ നമ്മൾ ഇപ്പോൾ 2 വർഷം നല്ലൊരു കാഴ്ചപ്പാട്, അതായത് പെട്ടെന്ന് നമുക്ക് ഒരു ഇന്നിപ്പോൾ റേഷൻ മേടിക്കാൻ പോയില്ലെങ്കിൽ നാളെ നമ്മുടെ വീട്ടിൽ കിടക്കുന്ന നെല്ല് കുത്തി അരിയാക്കി വെച്ച് ചോറുണ്ടാക്കി കഴിക്കാൻ നമുക്ക് കഴിയും. ഈ ആവാസ മേഖലകളിൽ സ്വന്തം ഭക്ഷ്യാവശ്യങ്ങൾ സ്വയം ഉൽപ്പാദിപ്പിച്ചും ശേഖരിച്ചും ആരോഗ്യമുള്ള സ്വതന്ത്രരായി വിഹരിച്ചിരുന്ന ഈ സമൂഹം ഇന്ന് തങ്ങളുടെ സമ്പന്നമായ ഈ തനത് കാർഷിക സംസ്കാരം പട്ടികവർഗ വികസന വകുപ്പിൻ്റെ സഹായത്തോടെ വീണ്ടെടുക്കുന്നതിനുള്ള ഒരു പുതിയ ദൗത്യത്തിലാണ്. ഭക്ഷ്യപോഷണ ശാസ്ത്രങ്ങളിൽ അതിപ്രാധാന്യമുള്ള ജീവകങ്ങൾ, ധാതുലവണങ്ങൾ, മാംസ്യങ്ങൾ എന്നിവ ധാരാളം അടങ്ങിയിട്ടുള്ള വിതയടകൻ അഥവാ ചീര, തിന, ചോളകം അഥവാ ചോളം, കോറാൻ അഥവാ റാഗി, കരനെൽ വിത്തിനങ്ങളായ വെളുത്ത പെരുവായ, കറുത്ത പെരുവായ, പോത്തൻകായ് അഥവാ തുവര എന്നിവയുടെ വിത്തിനങ്ങളാണ് ഇവർ ഈ കൃഷിയിൽ ഉപയോഗിച്ചു വരുന്നത്. എല്ലാവരും തന്നെ ഈ കൊല്ലം വളരെയധികം തന്നെ കുടിയിലെല്ലാവരും തന്നെ കൃഷി ചെയ്തിട്ടുണ്ട്. ഈ കൊല്ലം കഴിഞ്ഞ കൊല്ലം അത്രയല്ലായിരുന്നു. നെല്ലിലെന്ന് പറഞ്ഞാൽ അരിമോടെ ഇപ്പോൾ മൂപ്പ് പറഞ്ഞ് വിത്ത് മൊത്തം പോയി. ഇപ്പോൾ 2 നേരം നെല്ലുള്ളൂ. കറുത്ത പെരുവായും വെള്ളപ്പെരുവായും ഉള്ളൂ. ഏറ്റവും ഞങ്ങൾക്ക് ഫസ്റ്റിൽ കിട്ടുന്ന ആദായമാണ് കാട്ടിൽ നിന്ന് തെന നഷ്ടപ്പെട്ടു പോയി. അത് കഴിഞ്ഞ് അരിമോടൻ, അത് 3 മാസം മൂപ്പാണ്. അത് കഴിഞ്ഞ് ചോരമോടൻ. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെയൊക്കെ മണം കിട്ടിയതിന് നമ്മൾ അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ ചേമക്കാട്ടാട്ടി നെല്ലെന്ന് പറഞ്ഞ നെല്ലുണ്ട്. ഈ വീട്ടിൽ ഓരോ വീട്ടിൽ അവലടിക്കുകയാണ്. ഈ കുടിയിൽ എല്ലാ വീട്ടിലും മണം കിട്ടും.
അത്രയും ഇതുള്ള നെല്ലുകൾ അതൊക്കെ കൈവിട്ട് പോയി വിത്ത്. ഇനിയിപ്പോൾ ഈ ഉള്ള വിത്ത് നഷ്ടപ്പെടാതെ നമ്മൾ സൂക്ഷിക്കാനേ പറ്റുള്ളൂ. അല്ലാതെ ഇപ്പോൾ നഷ്ടപ്പെട്ടു പോയാൽ നമ്മൾ തിരിച്ചെടുക്കാൻ ഏതായാലും സാധിക്കില്ല. കൊച്ചു പിള്ളേർ നോക്കും പോലെ നോക്കിയെങ്കിൽ മാത്രമേ നമുക്കിത് വിളവ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ പകുതി ആന കൊണ്ട് പോകും, പകുതി അല്ലെങ്കിൽ പന്നി കൊണ്ട് പോകും, അല്ലെങ്കിൽ പോത്ത് കൊണ്ട് പോകും. ഇങ്ങനെയൊക്കെ മൃഗങ്ങൾ ശല്യമുണ്ട്. കിളി കൊണ്ട് പോകും. ആക്കരിപ്പില്ലാത്ത ആർക്കും വെള്ളാമയോട് ആക്കരിപ്പില്ലാത്ത ആർക്കുമല്ല. പന്നി മുതല, ആന മുതല, കിളി മുതല, എലി മുതല നമ്മൾ ഇടുന്ന വെള്ളാമയ്ക്ക് ആക്കരിപ്പുള്ളവരുള്ളൂ. അവരവർ ചെയ്ത് അവരവർക്ക് കൊടുത്തു നിർത്തുകയാണെങ്കിൽ അവർ നമ്മളോട് ശല്യത്തിന് വരില്ല. ചായന് വിലക്കണം എന്ന് പറഞ്ഞാൽ ചായ കാട്ടിൽ വരുമ്പോൾ ഫസ്റ്റിൽ ഞങ്ങൾ വേറെ രീതിയിൽ നെല്ലിക്ക് ചായ കയറാതെ വേറെ പണി ചെയ്യും മന്ത്രം. അത് കഴിഞ്ഞ് ചായന് മൊത്തത്തിൽ ഒരു സ്ഥലത്ത് കൊണ്ട് വേറെ രീതിയിൽ മന്ത്രത്തിൽ തന്നെ തൂത്തി ചുരുക്കി ഒരു മൂലയ്ക്കാക്കും. അവർക്ക് വേറെ രീതിയിൽ കുറച്ച് തിന്നാൻ പാകത്തന അവർക്ക് വേറെ ചാപ്പാട് കൊടുക്കും. മുഴുവൻ ഒഴിവാക്കില്ല. മുഴുവൻ ഒഴിവാക്കിയാൽ ശരിയാവില്ല. അത് അവർക്കുള്ള വേദം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളെ വേദത്തിലുള്ളത് മൊത്തത്തിൽ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ അവർ മൊത്തം വലിച്ചു പിടിച്ച് പോവുകയും ചെയ്യും. ഇന്ന് വരെയായിട്ട് ഞങ്ങളെ കാരണന്മാരുടെ കാലം മുതലും ചായക്ക് ഞങ്ങൾ മരുന്ന് മേടിച്ച് അടിച്ചിട്ടില്ല. പിന്നെ ഈ വളങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് അകലെങ്കിലും ഞങ്ങൾ വെട്ടി കത്തിച്ചിട്ടാണ് കാട് വിതയ്ക്കാൻ തുടങ്ങുള്ളൂ. ആ കത്തിക്കുമ്പോൾ ചാരമാണ് ഞങ്ങൾക്ക് കിട്ടുന്ന വളം. പൂർണ്ണമായും മഴയെ ആശ്രയിച്ചിട്ടുള്ള ഈ കൃഷിയിൽ യാതൊരുവിധ രാസവളങ്ങളോ കീടനാശിനികളോ ഉപയോഗിക്കപ്പെടുന്നില്ല. എല്ലാ അർത്ഥത്തിലും പാരമ്പര്യ വിത്തിനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ഈ ജൈവ കൃഷി നമ്മുടെ ആദിവാസി മേഖലകളിലെങ്കിലും കൂടുതൽ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ്. കൈക്ക് കൊണ്ടുപോകുന്നത് കതറ് തന്നെ കൊണ്ടുപോകും. ഇങ്ങനെ കൊണ്ടുപോകും ഇത് തന്നെ. പിന്നെ വേറെ ചിലച്ച കൊണ്ട് വെച്ച് അത് മരത്തിനെ നേരത്തെ തിന്നും പറഞ്ഞ്. അതുണ്ടോ? ഈ പാരമ്പര്യ കൃഷിയിൽ ഒരു പ്രധാന ഇനമായ കോറാൻ അഥവാ റാഗി ഇരുമ്പ് സത്ത് ധാരാളമടങ്ങിയ ഒരു ചെറുധാന്യമാണ്. ഇത് ആദിവാസി സമൂഹത്തിൽ കണ്ടുവരുന്ന പോഷകാഹാരക്കുറവിനും വളർച്ചയ്ക്കും ഏറ്റവും അനുയോജ്യമായ ഒരു ഭക്ഷ്യപ്രതിവിധിയാണ്. ഇത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഇവർ കൃഷി ചെയ്ത് ഉപയോഗിച്ചു വരുന്നു. കോറ ഇപ്പോൾ കൃഷി ചെയ്യുന്നത് 3-4 ഇനം കോറനേ ഉള്ളൂ. ഇത് കുഞ്ചിക്കാരി കോറ, ഇതുണ്ടോ? ഇതൊക്കെ കുഞ്ചിക്കാരി കോറ തന്നെയാണ്. ഇത് ചേവരി കോറ എന്ന് പറയും. ഇത് കണ്ടോ? ഇത് ചാമ്പളമുടിയും കോറ എന്ന് പറയും. ഇത് വെളുത്തിരിക്കും കയറി. പിന്നെ കുടമ്പില്ല് കോറ, ഇത് കണ്ടോ? ഇതാണ് കുടമ്പില്ല് കോറ എന്ന് പറഞ്ഞത്. ഇത്രയേനം കോറാനാണ് ഇപ്പോൾ കൃഷി ചെയ്യുന്നത്. പാരമ്പര്യവും ആചാരാനുഷ്ഠാനങ്ങളും ഇന്നും മുറുകെ പിടിക്കുന്ന ഈ ഗോത്രവിഭാഗം കാലികമായി നേരിടുന്ന തങ്ങളുടെ ജീവിത പ്രശ്നങ്ങളെ അതിജീവിക്കുന്നതിന് ആദ്യം ആശ്രയിക്കുന്നത് തങ്ങളുടെ തന്നെ പരമ്പരാഗത രീതികളായ കെണി, കുറി, പെറല് തുടങ്ങിയ ആചാര അനുഷ്ഠാനങ്ങളെയാണ്. ₹1 2 കട്ടായം
உஷாரி ஒன்றுக்கு பயப்படாத, நீ இருந்தாயிரம் கற்பான் இருக்கு. எந்த வந்தால் நான் இருக்கிறது உஷாரி. காத்துக்கார போய் மில்லி போதிருந்தால் நான் இருக்கிறது உஷாரி. அது விளக்காம இருந்தால் கற்பான் நம்ம இழந்து வருது. ആ ഷോക്കേട് ഉള്ളവന് വീട്ടില് ഏതെങ്കിലും ഒരാൾക്കാർ പൈസ എടുത്ത് വന്ന് പറയും എന്റെ വീട്ടിൽ ഷോക്കില്ല, അതിന് മന്ത്രവാദം കെട്ടണം എന്ന് പറയും. അപ്പൊ അവർക്ക് ഇതുമാതിരി പണിയെടുക്കും ഞങ്ങള്. ഈ ആശുപത്രിക്ക് എത്താത്ത കാര്യത്തിനെ ഞങ്ങൾ വിടുന്നുള്ളു, അതിന് വിടില്ല. ഈ പണിയെടുത്ത് ഞങ്ങൾ തീർക്കും. പിശാചിനെ കാണാം, ഭൂതങ്ങളെ കാണാം. അതിനെ ഞങ്ങൾ കെട്ടുപാട് ചെയ്യും, ഡോക്ടർമാർ തിന്നാം. അപ്പൊ അവർക്ക് ഷോക്കട് മാറും. ഉറ കുറ്റി കുറ്റിയാ കണ്ണി കണ്ണിയാ വെച്ച് വിടിയാനേ ഉറവീരായി വരും തൊടൽ നിയമോ ഉറയബം അഡ്നി ആര്യാ വരും കൊല്ല നമ്മെ അത് വാരി ഗോരി മയ്യടത്താനേ ഉറങ്ങബം അഡ്നി ആര്യാ വരും കൊല്ലനമേ വാരി ഗോരി മയ്യടത്തുമേ വീമ്പാ നല്ല അപ്പന കയ്യിലും കട കൊടത്താനാ അബം അഡ്നി ആര്യാ വരും കൊല്ല നമ്മെ എന്നെ 102 കൂട്ടം അമ്പരുമ്പിയാക്കളമ്മ 102 കൂട്ടം ബെമ്പരുമ്പിയാക്കളമ്മേ മേനും മേനാട് വെള്ളിയറളിരുമേ ഗീനും ഗീനാടിനെ ഭൂമിക്കുമേ. ഈ ഗോത്ര സമൂഹത്തിൽ വിവാഹം കഴിക്കാത്ത പുരുഷന്മാർക്ക് താമസിക്കാനുള്ള ചാവടിയും സ്ത്രീകളുടെ മാസമുറ കാലയളവിൽ താമസിക്കാനുള്ള വാലായ്മപ്പുരകളും ഇന്നും വളരെ പ്രാധാന്യത്തോടെ കണക്കാക്കപ്പെടുന്നു. സവിശേഷമായ ആചാര രീതികളിലാണ് ഇവരുടെ വിവാഹബന്ധങ്ങൾ നടത്തപ്പെടുന്നത്. പെണ്ണിൻ്റെ വീട്ടിലേക്ക് ചെറുക്കൻ്റെ വീട്ടുകാർ പോകുന്നു, ചോദിക്കാൻ പോകുന്നു പെണ്ണിനെ കെട്ടിക്കുവോ ഇല്ലയോ എന്ന്. ഞങ്ങളുടെ സമുദായത്തിൽ മാമൻ്റെയും മാമത്തിൻ്റെയും വീട്ടിലേക്കാണ് ചോദിക്കാൻ പോകുന്നത്. സാധാരണ അമ്മാവൻ്റെ പെണ്ണിനെയാണ് കെട്ടാൻ പോകുന്നത്. കുട്ടാളമാരും ചങ്ങാറും അങ്ങനെയാണ് ഞങ്ങളുടെ മുറ. കുട്ടാളമാരെ ഞങ്ങൾ കെട്ടുള്ളൂ. കൂട്ടം നോക്കിയിട്ട് തന്നെ കെട്ടാറ്. ഒരു കൂട്ടത്തിലുള്ള പെണ്ണിനെ ഒരു കൂട്ടത്തിലേക്ക് കെട്ടിക്കുന്നത്. കാനക്കൂട്ടം, മെല്ലിക്കൂട്ടം, കൂതാണിക്കൂട്ടം. സമ്പന്നമായ സാംസ്കാരിക പൈതൃകം അവകാശപ്പെടുന്ന മുതുവാൻ സമൂഹത്തിലെ പ്രധാന വാദ്യോപകരണങ്ങളാണ് അവർ തനിയെ ഉണ്ടാക്കിയെടുക്കുന്ന കൊട്ടി, ഉറുമ്പിശി, കുഴൽ. ഇവ ഉപയോഗിച്ചാണ് ഇവരുടെ പ്രധാന ആഘോഷവേളകളിലുള്ള ആട്ടവും കൂത്തും അരങ്ങേറുന്നത്. ഈ ആവാസ മേഖലയിൽ സുലഭമായി വളരുന്ന പുൽവർഗത്തിൽപ്പെട്ട ഈറ്റ ഇവരുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ്. പാർപ്പിടം, പന്തൽ, ഏറുമാടം, കുട്ട, വട്ടി, പനമ്പ്, പായ മുതലായ നിത്യോപയോഗത്തിലെ എല്ലാ മേഖലകളിലും ഈറ്റയുടെ ഉപയോഗം ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ്.
തങ്ങൾക്ക് ചുറ്റും ലഭ്യമായ അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് ഇവർ നിർമ്മിക്കുന്ന പാർപ്പിടങ്ങൾ, അവയുടെ വൃത്തി, താമസ സൗകര്യങ്ങൾ എന്നിവ പരിശോധിക്കപ്പെടേണ്ടവ തന്നെയാണ്. നിബിഡ വനങ്ങളിലുള്ള ദുർഘടമായ ഇത്തരം ആവാസ മേഖലകളിൽ നിലവിലുള്ള സർക്കാർ പാർപ്പിട ധനസഹായ പദ്ധതികൾക്ക് ബദലായി ഇവർക്ക് തന്നെ നിർമ്മിക്കാവുന്ന സൗകര്യപ്രദമായ പാർപ്പിടങ്ങൾക്ക് ധനസഹായം നൽകാമോ എന്നും പരിശോധിക്കപ്പെടേണ്ടവയാണ്. തണുപ്പ് കൂടുതലായിരിക്കും, കിടക്കാൻ നല്ല സ്ഥലമാണ്. ചേട്ടൻ മാത്രമുള്ള മരം കിടത്തതോ അയ്യോ കയറ്റി കൊണ്ടുവന്നതോ കെട്ടിയതൊക്കെ. ദുർഘടമായ ജീവിത സാഹചര്യത്തിൽ ഈ പട്ടികവർഗ സങ്കേതത്തിൽ 1 മുതൽ 4 വരെ ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് പഠിക്കുവാൻ ഇവിടെ മീൻകുളത്ത് പ്രവർത്തിക്കുന്ന ഒരേയൊരു ബദൽ സ്കൂളാണ് ഉള്ളത്. 2003 MGLC തുടങ്ങിയത്. തുടക്കത്തിൽ 7 MGLC ഉണ്ടായിരുന്നു ഈ വാര്യത്ത്. അപ്പം 3 കോളനിക്കാർ വന്തപ്പുറക്കുടിയിലേക്ക് ഇറങ്ങിപ്പോയതുകൊണ്ട് പിന്നെ കുട്ടികളുടെ കുറവും മൂലം MGLC 6 നിർത്തലാക്കി. വാര്യം മൊത്തത്തിൽ ഇപ്പോൾ ഈ ഒരു MGLC ഉള്ളൂ. സംഗീതം മാപ്പിളപ്പാറയുടെ പേരിലാണ് സെൻറ്റർ ഇപ്പോഴും പോകുന്നത്. തൊട്ടടുത്ത സെൻറ്ററായിരുന്നു മാപ്പിളപ്പാറ. അവിടെ കുട്ടികൾ കുറയുകയും ഇവിടെ കുട്ടികൾ കൂടുതലായിട്ടുണ്ടാവുകയും ചെയ്തപ്പം സെൻറ്റർ ഞങ്ങൾ ഇങ്ങോട്ട് മാറ്റിയത് മാത്രമാണ് നിങ്ങളും. കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതാണ്. കാരണം നമ്മുടെ ജനറൽ കുട്ടികളെ പോലെയുള്ളൊരു സാഹചര്യവും വാസസ്ഥലവും അല്ല ഇത്. അതുകൊണ്ട് കാരണന്മാർക്കും വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട് എന്തും നമ്മൾ തന്നെ പറഞ്ഞ് പഠിപ്പിച്ച് ചെയ്തെങ്കിലാണ് കുട്ടികൾ ഇവിടുന്ന് ഇപ്പോൾ പറഞ്ഞു വിട്ടാൽ പോലും വീട്ടിൽ പോയി ഒന്ന് വായിക്കാനും അല്ലെങ്കിൽ പഠിപ്പിക്കാനും കാരണന്മാർക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട്. സർപ്പം, സംഗീതം, കാനനം, കമ്പിളി, കരടി, ആന. കരടിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കരടി എന്താ? കരടിയെ കണ്ടിട്ടുണ്ടോ? ഉണ്ടോടാ? എവിടെ വെച്ചാ കണ്ടേ? കരടി എവിടെ വെച്ചാ കണ്ടേ? പറഞ്ഞേ. കഴിഞ്ഞ ദിവസം എവിടെ വന്നൊന്ന് കരടിയെ കണ്ടായിരുന്നോ നിങ്ങൾ? ആരെങ്കിലും കണ്ടോ? ഇതേ പാറ വന്നൊന്ന് കരടിയെ കണ്ടായിരുന്നോ നിങ്ങൾ? ഞാൻ മാസത്തിലൊരിക്കലാണ് വീട്ടിൽ പോവുകയും വരികയും ചെയ്യുന്നത്. 1-ാം തീയതി കണക്ക് കൊടുക്കാൻ പോയാൽ പിന്നെ 5-ാം തീയതി ഒക്കെ ആകുമ്പോഴേ കയറി വരാറുള്ളൂ. 3 ആഴ്ച അല്ലെങ്കിൽ 1 മാസമൊക്കെ നിന്നിട്ടാണ് പിന്നെ പോകുന്നത്. പിന്നെ സാലറി ഞങ്ങൾക്ക് കഴിഞ്ഞ ഏപ്രിൽ മുതൽ ഈ മാസം വരെ സാലറി കിട്ടിയിട്ടില്ല. 5000 രൂപയാണ് സാലറി. എന്നാൽ പോലും അത് തുച്ഛമായ തുകയാണെങ്കിൽ പോലും ഞങ്ങൾക്കത് കിട്ടിയിട്ട് ഇപ്പം 10-11 മാസമായി. പിന്നെ യാത്രാ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മ്ലാവിനേന്ന് ഞാൻ ഇവിടം വരെ നടന്നാണ് വരുന്നത്. രാവിലെ 10 മണിക്കാണ് മ്ലാവിനേന്ന് വരുന്നതെങ്കിൽ ഒരു 6 മണിയൊക്കെ ആകും ഭാര്യം മണിക്കുടിയിൽ വരുമ്പോൾ. പിന്നെ ഇങ്ങോട്ട് കയറി പോകാൻ സമയമില്ല. പിന്നെ പിറ്റേന്ന് ആരെങ്കിലും ഈ കുടിയിൽ നിന്ന് ആരെങ്കിലും താഴെ വന്നിട്ട് വേണം എന്നെ കൂട്ടി ഇങ്ങോട്ട് പോരാൻ. ഭാര്യം മാണിക്കുടിയിൽ വരുമ്പോഴത്തേക്കിനും സമയം പോകുന്ന പോലും അന്ന് അവിടെ കിടന്നിട്ട് പിറ്റേന്നൊക്കെയാണ് എനിക്ക് ഇങ്ങോട്ട് പോരാൻ പറ്റുന്നത്. മഴക്കാലത്താണെങ്കിൽ ഞാനൊരു 3-ാമത്തെ ദിവസമൊക്കെ അവിടെ എത്താറുള്ളൂ. വരുന്ന വഴിയിൽ ആനയും മറ്റു പോത്തും കടുവയൊക്കെ കാണാറുണ്ട്. അതിനെയൊക്കെ കാണുമ്പോഴത്തേനും കൂടെ ആളുണ്ടെങ്കിൽ മാറ്റി കൊണ്ടുപോകാനും അല്ലെങ്കിൽ മരത്തിൽ കയറാനൊക്കെ 2003 മുതൽ ശീലിച്ചതുകൊണ്ട് ഇപ്പോൾ ഓട്ടവും ചാട്ടവും മരത്തിൽ കയറൊക്കെ പതിവായി. ഈ മേഖലയിലെ ഭൂരിഭാഗം കുട്ടികളും പട്ടികവർഗ വികസന വകുപ്പിൻ്റെയോ മറ്റ് ഏജൻസികളുടെയോ പ്രീ മെട്രിക് ഹോസ്റ്റലുകൾ, മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾ, നവോദയ സ്കൂളുകൾ എന്നിവിടങ്ങളിലാണ് പഠിക്കുന്നത്. വിദ്യാഭ്യാസത്തിലൂടെ തങ്ങളുടെ മക്കൾക്ക് നല്ലൊരു ഭാവി ഈ കോളനിയിലെ നിരക്ഷരരായ മാതാപിതാക്കൾ സ്വപ്നം കാണുന്നു. പക്ഷേ പഠനവുമായി ബന്ധപ്പെട്ട് ഈ കുട്ടികൾ വളരെയേറെ ബുദ്ധിമുട്ടുകൾ നേരിടുന്നു. +2 വരെ 1 മുതൽ 4 വരെ പുണർക്കുടിയിലായിരുന്നു പഠിച്ചത്. പിന്നെ 5 മുതൽ +2 വരെ ആലുവമരസിലാണ് പഠിച്ചത്. നമ്മൾ ദൂരെ സ്ഥലത്ത് പഠിക്കുമ്പോൾ ആദ്യം
നമുക്ക് അച്ഛനമ്മയും വിട്ടു നിൽക്കുന്ന ഒരു ഇത് നമുക്കുണ്ടാവും. അച്ഛനമ്മയും കാണാത്ത വലിയൊരു വിഷമം തന്നെയാണ്. കാരണം ഇത്രയും കാടിൻ്റെ ഉള്ളിൽ നിന്ന് പോകുന്നൊരു കുട്ടിക്ക് അത് നമ്മളെ പഠനത്തിനെ ബാധിക്കുന്നുണ്ടോ? അത് ചില കുട്ടികളിൽ അത് ബാധിക്കാറുണ്ട്. എല്ലാവരും പറയുന്നില്ല. ചിലപ്പോൾ പെട്ടെന്ന് പൊരുത്തപ്പെട്ട് പോകുന്നവരുണ്ട്. ഇതാണ് കൂടുതൽ ഓടിപ്പോരാനൊക്കെ കൂടുതൽ സാധ്യത. ബസ് അടുത്തേക്ക് കുറേ 18 കിലോമീറ്ററാണ് നടന്ന് അവിടെ വരെ ചെല്ലാം. ഏകദേശം എത്ര മണിക്കൂർ എടുക്കുന്നുണ്ട്? ഒരു 5-6 മണി. ഒരു 4 രാവിലെ ഒരു 8 മണി പുറപ്പെട്ട ബസ് നിൽക്കുന്നിടത്തേക്ക് ഒരു മണിയൊക്കെ ആവും നടന്ന്. കാരണം കുട്ടികളൊക്കെ ആയിട്ട് നടന്ന് നിൽക്കുമ്പോൾ ചിലപ്പോൾ ആനകളൊക്കെ ഉണ്ടെങ്കിൽ ആനയെ കൊണ്ട് ആനയെ കൊണ്ടെങ്കിൽ അത് വേറെ വഴി മാറിയാണ് എല്ലാവരും പോകുന്നത് ആനയെ കൊണ്ടെങ്കിൽ. അപ്പോൾ അതൊക്കെ യാത്ര ഭയങ്കര തടസ്സപ്പെടുത്തുന്നു. വേനലായാലും വേനൽക്കാലത്തായാലും ഈ വെയിൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. വെയിലിൽ നടന്നു അപ്പോൾ തലയിറക്കത്തിന് സാധ്യത തലയിറങ്ങി. വർഷകാലത്താണ് ഈ മഴക്കാലത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് യാത്ര. എൻ്റെ പേര് മനോജ്. എത്ര ക്ലാസ്? 9th. ഈ ഭാഗത്ത് എൻ്റെ കൂടത്ത് 2 പേരുണ്ട്. അവര് 9th തന്നെ. ഞങ്ങൾ 3 പേര്. ഒന്നിച്ചുള്ള കുട്ടികൾക്കൊക്കെ നിങ്ങൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയാറുണ്ടോ? ചോദിക്കാറുണ്ടോ? അവർക്ക് ഭയങ്കര ഇഷ്ടം ഇവിടെയൊക്കെ വരാൻ. അവര് പഠിത്തം കഴിഞ്ഞിട്ടൊക്കെ വരാന്ന് പറഞ്ഞു. എനിക്ക് ഇവിടെ തന്നെ താമസിക്കാനാണ് ഇഷ്ടം. വാരി തന്നെ കാട്ടിൽ തന്നെ താമസിക്കാനാണ് ഇഷ്ടം. പിന്നെ ഇപ്പം നവോദയം ഇങ്ങോട്ട് വരുമ്പം ഈ നേരമംഗലത്ത് നിന്ന് കോതമംഗലം വഴി വരും. കോതമംഗലത്ത് നിന്ന് ബ്ലാവനിലേക്ക് ബസ് വരും. എന്നിട്ട് ജീപ്പിൽ അല്ലെങ്കിൽ നടന്നു വരും. ഇത്തവണ വന്ന് ഉച്ചക്കായപ്പോ ഇവിടെ 8:30 രാത്രി ജീപ്പിലാണ് വന്നത്. ഉച്ചക്ക് പുറപ്പെട്ടു. എന്നെ കാണാൻ ചളിശമയം കാണാൻ പറ്റില്ല. ഈ കാട്ടിലുള്ള ജീവിതം അവനൊക്കെ ജീവിതം കാട്ടില് ഞങ്ങളെ ജീവിതം കാട്ടില്ല. നമ്മളെ വഴി ഒന്നാണോ എന്നാലും കാട് തനി അങ്ങനെ വൈക്കല്ലോ നമുക്ക് കാണുക. എന്ത് ചെയ്യണം? നമ്മൾ നേരിട്ട് വരില്ല. കാട്ടുമാനിയും വരില്ല, കടുവയാണിയും വരില്ല, പുലിയാണിയും വരില്ല, ഒന്നും വരില്ല. ഈ കൊടുങ്കാടിൻ്റെ ഉള്ളിൽ കൂടെ വർഷങ്ങളായിട്ട് ഇത് ആലവീട്. ഇത് ഇനി കളം നിരത്തി കഴിഞ്ഞാൽ ഈറ്റയും കൊണ്ട് ആലവീട് കെട്ടും. ആലവീട് കെട്ടിയിട്ട് അതിൻ്റെ മേലെ ഈറ്റ ഇല തന്നെ കൊണ്ട് അത് മേയും എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഈറ്റ വെട്ടിക്കൊണ്ട് ഈറ്റ തന്നെ കൊണ്ട് ഇങ്ങനെ തറക്കും. പിന്നെ ആ വള്ളി കൊണ്ട് തന്നെ കെട്ടും ഈറ്റയുടെ. അത് കഴിഞ്ഞിട്ട് ഈറ്റ ഇലയും കൊണ്ട് തന്നെ മേലും മേയും, വീട്ടിൻ്റെ മേലും മേയും.
വിത്ത് വെള്ളാമോ കാട്ടിലിട്ടിട്ടുണ്ടെങ്കിൽ അന്ന് മുതൽ നമ്മളെ ശ്രദ്ധയാണ്. ഇവിടെ നമുക്ക് ആനയുടെ ശല്യം ഉണ്ടാവാറുണ്ട്. വരും. അതാണ് ഇവിടെ കിടക്കുന്നത്. ഞങ്ങൾ അതാണല്ലോ ഇവിടെ ആനക്കകത്ത് കിടക്കുന്നത്. അതാണ് ഒരു സമയത്ത് ഞങ്ങൾ മാറില്ല ഇവിടെ നിന്ന്. ഞങ്ങളെ കുടിയാളകളുടെ രീതിയിൽ പണ്ട് പോലെ തന്നെ ഇപ്പൊ ഇക്കൊല്ലാണ് ഒന്നിച്ചെല്ലാരും കൃഷി ചെയ്തേക്കണത്. എല്ലാ വീട്ടുകാരും ഒന്നിച്ച് സന്തോഷമായി. ഇത് മാടം എന്ന് പറഞ്ഞാൽ ഈ മാടം നേരത്തെ വിത്ത് വിതയ്ക്കുമ്പോ തന്നെ പണിയും. അത് ചേർത്തി, ഇത് അനിയത്തി, ചേർത്തി കോറാൻ, അനിയത്തിയാണ് നെല്ല്. അപ്പൊ ചേർത്ത് ചുറ്റും കാവലായിട്ട് കിടക്കും, അനിയത്തി നറുക്കെടുക്കും. ആദ്യം നമ്മള് പതികട പതയ്ക്കും. ഞങ്ങൾ ആദ്യം അടകാണ് പതയ്ക്കുന്നത്. പതികടക ചീര 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 അടക അത് നല്ല വിളവാണ്. അത് നിസ്സാര നാളുകൾ മതി വിളഞ്ഞ് ഒരു മാസത്തിനുള്ളിൽ വിളവെടുക്കാം നമുക്ക്. അതിനോടൊപ്പം നമ്മൾ പിന്നെ തെന പതയ്ക്കും, ചോള നടും, പിന്നെ പൂശണിക്കായ് നടും, കുമ്പളങ്ങായ് നടും, പിന്നെ തീമ്പലക്കായ്, വെള്ളിരിക്ക, ഇതൊക്കെ കൃഷി. അപ്പൊ ഓരോ വിളവാണ് പിന്നെ നമുക്ക് കിട്ടുന്നത്. അവസാനം എടുക്കുന്ന വിളവാണ് പോത്തങ്കായ്. ഇത് ഇതിങ്ങനെ 6-7 മാസം എടുക്കും ഇത് വിളയാനായിട്ട്. വിളയാനായിട്ട് ഇതാണ് ഈ കാണുന്നത്. ഇതാണ് വിളഞ്ഞത്. ഇതിങ്ങനെ നിങ്ങൾ കൂട്ടമായിട്ട് ഇങ്ങനെ വർത്തനങ്ങൾ പറഞ്ഞെന്ന് ഊരി എടുക്കും. എടുത്തൊരു കളത്തിക്കൊണ്ടിട്ട് തല്ലിപ്പൊട്ടിച്ച് എടുക്കും. മറ്റുള്ള ശല്യങ്ങൾ കൂടുതലുണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ അത് കാരണം കൊണ്ട് കൃഷി ഉണ്ടായിരുന്ന, അപ്പോൾ ഇടക്കാലം കൊണ്ട് കുറേ നാളായിട്ട് അത് ഇല്ലായിരുന്നു. ഇപ്പം നമ്മൾ ഒരു നല്ല രീതിയിൽ ഒരു കൃഷിയിലേക്ക് താല്പര്യപ്പെട്ട് കൃഷിയിലേക്ക് വന്നു. കൃഷി നല്ല രീതിയിൽ അത് പ്രോത്സാഹിപ്പിച്ചു. അപ്പോൾ അതുകൊണ്ട് നമുക്കും ഒരു താല്പര്യം തോന്നി കൃഷിയിലേക്ക്. അങ്ങനെ ഒരു താല്പര്യത്തേക്ക് വന്ന് കൃഷി ചെയ്തു. കൃഷി നല്ലൊരു വിളവിൽ കിട്ടുകയും ചെയ്തു. അപ്പോൾ ഇനിയും തുടർന്നതുപോലെ ചെയ്യാനാണ് വീണ്ടും താല്പര്യം. ഇനി നമ്മൾ തുടരണം ഇത് കൃഷി തുടർന്ന് ചെയ്യാനാണ് എൻ്റെ ആഗ്രഹം. ഇതുപോലെ തന്നെ പ്രകൃതിയോടും വന്യമൃഗങ്ങളോടും ഇണങ്ങിയും മല്ലടിച്ചും ജീവിച്ചു വരുന്ന ഈ ആദിവാസി സമൂഹം തങ്ങളുടെ സ്വത്വം തിരിച്ചറിയുന്നു. അതിൻ്റെ തിരിച്ചറിവിൽ തങ്ങളുടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നന്മകളെ തിരിച്ചുപിടിച്ച് അമൂല്യമായ പാരമ്പര്യങ്ങളെ സംരക്ഷിച്ചും ആധുനിക ലോകത്തിൻ്റെ സാധ്യതകൾ വേണ്ടുവോളം തങ്ങളിലേക്ക് ഉൾച്ചേർത്തുകൊണ്ടും അറിവിലും ഭക്ഷ്യസുരക്ഷയിലും സ്വയാശ്രയ സമൂഹമായി വളർന്ന് മറ്റുള്ളവർക്കൊരു വലിയ മാതൃക സൃഷ്ടിക്കുന്നു. ഇവരുടെ സ്വത്വബോധം, സംഘബോധം, കൂട്ടായ്മ മറ്റു ആദിവാസി സമൂഹങ്ങൾക്കും പൊതുസമൂഹത്തിനും തങ്ങളുടെ ആലസ്യത്തിൽ നിന്നും ഉണരുവാൻ പ്രചോദനമാകട്ടെ. പ്രതീക്ഷയോടെ. ഇഞ്ചിമുള്ള കാട് വേണമാ, ഗോമുള്ള കാട് വേണം, എൻ്റെ മൈ കേട്ടാറ് കുറെ വേമ്പാ നല്ല അപ്പനമ്മേ, എൻ്റെ വേമ്പാ നല്ല പോയി അതൊക്കെ വിദ്ദേറുമേ, വെള്ളാമയം മൈ കുറയും കുറെ അദ്ദിമാങ്കുന്ന് വേണം, മാങ്ങതറമാ തേനാറിയോല വേണം, എൻ്റെ മൈ കേട്ടാറ് 102 കൂട്ടം വ്യാകളം, എൻ്റെ വേമ്പാ നല്ല പോയി അതൊക്കെ വിദ്ദേറുമേ, വെള്ളാമയം മൈ കുറയും ഇടിയോടല് കാട് വേണമാ, പൊടിയോടല് കാട് വേണം, എൻ്റെ മൈ കേട്ടാറ് കുറെ വേമ്പാ നല്ല അപ്പനമ്മേ, അത് വിദ്ദേറുമേ, വെള്ളാമയം മൈ കുറയും ഇഞ്ചമുള്ള കാട് വേണമാ, ഗോമുള്ള കാട് വേണം, എൻ്റെ മൈ കേട്ടാറ് 102 കൂട്ടം വരും വ്യാക